നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുമരിൽ ഒരു പെയിന്റിങ് വരക്കാൻ പോവാണ്. നമ്മൾ സ്വിച്ച് ബോർഡിന്റെ അടുത്തായിട്ടാണ് ഇത് വരക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിസ്തയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ പെയിന്റിങ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണിത്. അധികം ചിത്രം വരക്കാൻ അറിയണം നിർബന്ധമൊന്നുമില്ല, കാരണം എനിക്കും അധികം ചിത്രം വരക്കാനൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പെയിന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫാബ്രിക് പെയിന്റ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളത് ഓയിൽ പെയിന്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കയ്യിലുള്ള പെയിന്റ് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആദ്യം തന്നെ ചെയ്യേണ്ടത്, ചുമരിൽ നമുക്ക് പെൻസിൽ കൊണ്ട് തന്നെ ഒരു ലൈൻസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വരച്ചിടുക. അതിനുശേഷം അതിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ലൈൻസ് കുറച്ചും കൂടെ കട്ടിയാക്കുവാണ് വേണ്ടത്. പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോയാൽ മായ്ക്കാലോ. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ആ പെൻസിൽ വെച്ച് വരച്ചതിൻ്റെ മുകളിലേക്കൂടെ നമുക്ക് ബ്ലാക്ക് പെയിന്റ് കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചിത്രം മുഴുവനായിട്ടും ബ്ലാക്ക് പെയിന്റ് കൊണ്ടൊന്ന് ചെയ്യാം. ഇത് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, കാരണം ഗ്രീനോ ബ്രൗൺ കളറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആയിരുന്നു കുറച്ചധികം ഉള്ളത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തു എന്ന് മാത്രം. അതേപോലെ തന്നെ ഈ ചില്ലകൾ പോലെയുള്ളത് വരയ്ക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് വരക്കാം. സ്വിച്ച് ബോർഡിൻ്റെ ഒരു ലെങ്ത് ഒക്കെ നോക്കിയിട്ട് അത് കവർ ചെയ്യുന്ന വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരക്കാം. ഞാനിവിടെ 2 എണ്ണം വരച്ചത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും വരക്കാം. ഇത് ഞാനൊരു കിളിക്കുള്ള ഒരു കൂട് പോലെയുള്ളതൊന്ന് വരച്ചതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കും വരക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ബ്ലാക്ക് കൊണ്ട് ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി ഞാനത് ഗ്രീൻ, ഇവിടെ പുല്ല് പോലെയുള്ളത് ഗ്രീൻ പെയിന്റ് എടുത്തിട്ട് വരക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അത് വരക്കാം കേട്ടോ. ഞാനത് ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് പുല്ല് പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് 2 ടൈപ്പ് ഗ്രീൻ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മിക്സ് ആക്കിയിട്ടും വരച്ചു കൊടുക്കാം. അതങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേണിൽ വരണം എന്നൊന്നുമില്ല, ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു പോയാൽ മതി. ഒരേ തിക്നെസ്സിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ 2 കളർ മിക്സ് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും മതി. ഗ്രീനൊക്കെ ഏതൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ചെയ്ത്. ഞാൻ ഓയിൽ പേസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തത്. ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഫാബ്രിക് പെയിന്റ് ആണ്. ഏതാണെങ്കിലും ചുമരിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് കറക്റ്റായിട്ട് നിന്നോളും. അപ്പം ഇങ്ങനെ മിക്സ് ആക്കി വരക്കുക. ഇതിവിടെ അടിയിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് പോലെ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് വരച്ചു കൊടുക്കാം. നന്നായി ചിത്രം വരക്കാൻ അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന പിസ്ത ഷെല്ലാണ്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പണ്ടെപ്പോഴും യൂസ് ചെയ്തത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ പേൾ പെയിന്റ് ആണ് ഇതിന് പിസ്തക്ക് അടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് ഷൈനിങ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. അതിനുശേഷം ഫെവിക്കോളോ അല്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മാണോ ഉള്ളത് അത് ഇതിൻ്റെ സൈഡിലേക്ക് തേച്ച് പിടിപ്പിക്കുക. സൈഡിൽ മാത്രം തേച്ചാൽ മതി, നടുക്ക് തേക്കണം എന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. സൈഡിൽ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത്, ഒരു പക്ഷിയൊക്കെ എങ്ങനെയാണോ ഇരിക്കുക അതേ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് അവിടെ തേച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെയല്ല, കുറച്ച് ചെരിഞ്ഞിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ചിത്രത്തിൽ മുഴുവനായിട്ടും ഈ പിസ്ത ഷെല്ല് പ്ലേസ് ചെയ്യുക. കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 കളേഴ്സാണ് ഏകദേശം യൂസ് ചെയ്തിട്ടുള്ളത്. ആ 3 കളേഴ്സ് വെച്ചിട്ട് ഞാനിത് മുഴുവനായിട്ടും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അതിനുശേഷം ഇതിന് കണ്ണും കൊടുക്കണം, നമുക്ക് ചുണ്ടും കൊക്കും വെക്കണം. അപ്പോൾ കൊക്ക് നമുക്ക് ഏറ്റവും ഈസി പെൻസിൽ കൊണ്ട് തന്നെ വരക്കുന്നത്, കാരണം പെയിന്റ് കൊണ്ട് വരക്കുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. അതുകൊണ്ട് പെൻസിൽ കൊണ്ടൊന്ന് ഡാർക്കായിട്ടൊന്ന് കൊക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ പക്ഷിയുടെയും കൊക്ക് നമ്മൾ വരക്കണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു കഴിയാൻ പറ്റുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതിനുശേഷം നമ്മൾ ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് ഓരോ ഡോട്ട്സ് വെച്ച് കൊടുത്താൽ മതി. കണ്ണിന് പകരം ഓരോ ഡോട്ട്സ് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മുത്തൊട്ടിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഇതാണ് ഈസി ആയിട്ട് പറ്റുന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ ഡെക്കറേഷനായിട്ട് വേണമെങ്കിൽ ഇതിന് ഇലകൾ വരച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഗ്രീൻ പെയിന്റ് എടുത്തിട്ട് ഇതിന് മുഴുവനായിട്ട് ഇലകൾ വരച്ചു കൊടുക്കുക. അത് ഓരോ ആളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണോ വരയ്ക്കാൻ അറിയുന്നത് അതൊക്കെ ഇവിടെ വരച്ചു കൊടുക്കുക. ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഇലയെ വരയ്ക്കാൻ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രഷ് എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നതെന്ന് മാത്രം. ഇത് ഞാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഇത് അത്ര ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റിക് സ്കില്ലൊന്നും വേണമെന്നൊന്നുമില്ല, ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഇലകളും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ
നമ്മുടെ ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് ഇത് വരക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു റൂമിൽ വരച്ച ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ഞാനൊരു ഊഞ്ഞാലും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.